റിപ്പോർട്ടർ ഇംപാക്ട് കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടിയുടെ വെളിപ്പെടുത്തലിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നു കളക്ടർ എന്നുള്ളതാണ്. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറോടാണ് കളക്ടർ സ്നേഹിൽ കുമാർ റിപ്പോർട്ട് തേടിയത്. അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നും ജീവനക്കാർ ക്രൂരമായി പെരുമാറുന്നുവെന്നുമാണ് അന്തേവാസിയായ പോക്സോ കേസ് അതിജീവിത വെളിപ്പെടുത്തിയത്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് കളക്ടർ ഇടപെട്ടിരിക്കുന്നത്. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ നൽകിയ വാർത്തയാണ്. ഇതിലിപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നു, കളക്ടറുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, കളക്ടറുടെ ഇടപെടൽ തന്നെയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. കാരണം ഈ പെൺകുട്ടികൾ കളക്ടർക്കും CWC ചെയർമാനും നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി നൽകിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല എന്ന് കാണിച്ചുകൊണ്ട് ആണ് പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയത്. പെൺകുട്ടി മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ വീഡിയോയിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയത്. അങ്ങനെ നോക്കുമ്പോഴാണ് കളക്ടർ നമ്മുടെ വാർത്ത കൂടി കാണുന്ന പശ്ചാത്തലത്തിലാണ് കളക്ടർ ഇപ്പോൾ വനിതാ ശിശു സംരക്ഷണ ഉദ്യോഗസ്ഥയോട്, അതായത് ജില്ലാ വനിതാ ശിശു സംരക്ഷണ സൂപ്രണ്ടിനോട് ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്താണ് ഈ ചിൽഡ്രൻസ് ഹോമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ചിൽഡ്രൻസ് ഹോമിന് വേണ്ട എല്ലാ ഫണ്ടും കൃത്യസമയത്ത് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വസ്ത്രങ്ങളും അതുപോലെ പുതപ്പ്, സോപ്പ്, നാപ്കിനുകൾ ഇതൊന്നും കുട്ടികൾക്ക് കിട്ടാത്തത് എന്നുള്ള കാര്യത്തിൽ ഉടനടി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കളക്ടർ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. നമ്മൾ ആ ഉദ്യോഗസ്ഥയുമായി ബന്ധപ്പെടുമ്പോഴും അവർ പറയുന്നത് ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ്. ഇന്നിപ്പോൾ ചിൽഡ്രൻസ് ഹോമിന്റെ സൂപ്രണ്ടുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഈ കുട്ടി വെളിപ്പെടുത്തിയതുപോലെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്നാണ്. പക്ഷേ CWC ചെയർമാൻ കൃത്യമായി നമ്മളുമായി സംസാരിക്കുമ്പോൾ പങ്കുവച്ചത് അവരുടെ റിപ്പോർട്ടിലും അവർ നേരത്തെ കുട്ടികളുമായി കണ്ട് സംസാരിച്ചപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്ന് കുട്ടികൾ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അതിന് പരിഹാരമാവുന്നില്ല എന്നാണ്. ഏതായാലും കളക്ടർ റിപ്പോർട്ട് തേടിയ പശ്ചാത്തലത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.